Hello friends, welcome back to the channel School Chemistry. ഇന്ന് നമുക്ക് സൊല്യൂഷൻസിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. ആദ്യത്തെ ടോപ്പിക്ക് solubility. The maximum amount of solute that can be dissolved in a specified amount of solvent at a particular temperature. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഒരു സോൾവെൻറ്റിൻ്റെ അകത്ത് ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് വിളിക്കുക. പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ച് ഒരു സോൾവെൻറ്റിൻ്റെ അകത്തെ സൊല്യൂട്ടിൻ്റെ സൊല്യൂബിലിറ്റിക്ക് മാറ്റം വരാം. ഇനി നമുക്ക് ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ സൊല്യൂബിൾ ആവുമോ ഇല്ലയോ എന്ന് നോക്കാം. സൊല്യൂബിൾ ആകുമെങ്കിൽ എത്രമാത്രം സൊല്യൂബിൾ ആവും, അല്ലെങ്കിൽ എത്രയും സൊല്യൂട്ട് ആ സോൾവെൻറ്റിനുള്ളിലേക്ക് പോകും എന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ സൊല്യൂബിൾ ആവുമോ ഇല്ലയോ എന്ന് നോക്കാം. ദാറ്റ് ഈസ് സൊല്യൂബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്സ്, നോൺ പോളാർ സൊല്യൂട്ട്സ് ഇൻ ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്സ്. എന്താണ് ഈ പോളാർ സൊല്യൂട്ട് അല്ലെങ്കിൽ പോളാർ എന്നുള്ള വേർഡും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എ മോളിക്യൂൾ വിച്ച് ഡെവലപ്സ് എ നെറ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഈസ് സെഡ് ടു ബി പോളാർ. നമുക്ക് വാട്ടർ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. അതിനകത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. ഓക്സിജൻ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റമാണ്. സോ ആ മോളിക്യൂളിന് ഓക്സിജൻ്റെ സൈഡിലേക്ക് നെഗറ്റീവ് ചാർജ് അല്പം കൂടുതലായിരിക്കും. അതായത് ആ മോളിക്യൂളിന് ആസ് എ ഹോൾ ഓക്സിജൻ്റെ സൈഡിലൊരു നെഗറ്റീവ് ചാർജിൻ്റെ കൂടുതലും ഹൈഡ്രജൻ രണ്ടുമുള്ള സൈഡിൽ പോസിറ്റീവ് ചാർജും കൂടുതലുമുണ്ട്. സോ നമുക്ക് വാട്ടർ ഒരു പോളാർ മോളിക്യൂൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ വാട്ടർ ഈസ് എ പോളാർ സോൾവെൻറ്റ്. എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ് ഇഫ് ദ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് ആർ സിമിലർ. നമ്മുടെ സൊല്യൂട്ടും പോളാറാണ്, സോൾവെൻറ്റും പോളാറാണെങ്കിൽ ആ സൊല്യൂട്ട് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകും. രണ്ടും നോൺ പോളാർ ആണെങ്കിൽ, സൊല്യൂട്ടും സോൾവെൻറ്റും നോൺ പോളാർ ആണെങ്കിലും ആ സൊല്യൂട്ട് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ആകും. പക്ഷെങ്കിൽ ഒരെണ്ണം പോളാറും മറ്റേത് നോൺ പോളാറുമാണെങ്കിൽ അത് സൊല്യൂബിൾ അല്ല. ഏറ്റവും സിമ്പിളായിട്ട് ഇതിനെ എങ്ങനെ പറയാം? ലൈക്ക് ഡിസോൾവ് ലൈക്ക്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ക്ലോറൈഡ്, ഉപ്പ് എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂളാണ്. ഷുഗർ എന്ന് പറയുന്നതും ഒരു പോളാർ മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ന പോളാർ സോൾവെൻറ്റിൻ്റെ അകത്ത് സോഡിയം ക്ലോറൈഡും ഷുഗറും വേഗം തന്നെ ഡിസോൾവ് ആകുന്നു. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള നാഫ്തലീനും ആന്ത്രാസീനും നോൺ പോളാറാണ്. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ ഡിസോൾവ് ആവത്തില്ല, വെള്ളം പോളാർ ആയതുകൊണ്ട്. ഇനി തിരിച്ചു നോക്കാം. ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റ് നോൺ പോളാറാണ്. അതുകൊണ്ട് തന്നെ നാഫ്തലിനും ആന്ത്രാസീനും ബെൻസീനിൽ വേഗം തന്നെ ഡിസോൾവ് ആകും. എന്നാൽ പോളാർ മോളിക്യൂൾസ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡും ഷുഗറും ബെൻസീനിൽ ഡിസോൾവ് ആവത്തില്ല. മറ്റൊരു ടേമാണ് ഡിസൊല്യൂഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് വെയർ എ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ. നമ്മൾ പഞ്ചസാര വെള്ളത്തിലിട്ട് കലക്കുമ്പം ആ പഞ്ചസാര അലിയുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സൊല്യൂട്ട് ആ സോൾവെൻറ്റിലേക്ക് അലിയുക മാത്രമല്ല ചെയ്യുന്നത്, അതായത് ഡിസൊല്യൂഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്. സം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇൻ സൊല്യൂഷൻ കൊളൈഡ് വിത്ത് ദ സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഗെറ്റ് സെപ്പറേറ്റഡ് ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ. നമ്മളൊരു സൊല്യൂട്ട് സോൾവെൻറ്റിനുള്ളിലേക്ക് ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ആദ്യം കുറച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിനുള്ളിലേക്ക് പോയിട്ടുണ്ടാകും. ആ പാർട്ടിക്കിൾസ് ഇനി അലിയാതെ കിടക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് സെപ്പറേറ്റഡ് ആകും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുക. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സൊല്യൂട്ട്സിൻ്റെ എണ്ണവും സൊല്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൊല്യൂട്ടിൻ്റെ എണ്ണവും ഒരേപോലെ ആകുമ്പം അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എത്തിയെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഡൈനാമിക് എന്ന് പറയുന്നത്? അതിപ്പോഴും സ്റ്റേബിൾ അല്ല. സൊല്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് സൊല്യൂട്ട് പുറത്തേക്കും വരുന്നുണ്ട്, സൊല്യൂട്ട്സ് സൊല്യൂഷൻ്റെ ഉള്ളിലേക്കും പോകുന്നുണ്ട്. സോ എ ഡൈനാമിക് ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ്. ഈ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് വിൽ റിവേഴ്സിബിളി ഗീവ് സൊല്യൂഷൻ. അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ സൊല്യൂഷൻ ആകുന്നുമുണ്ട്, അതേസമയം സൊല്യൂഷൻ തിരിച്ച് സോൾവെൻറ്റും സൊല്യൂട്ടുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ മാറുന്നില്ല. കാരണം എത്ര സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് പോകുന്നോ അത്രയും സൊല്യൂട്ട് തന്നെ പുറത്തേക്കും വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സൊല്യൂഷനെ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം.
എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും ആ സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ സൊല്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അതൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. ഇനി ഒരു സൊല്യൂഷൻ്റെ അകത്തേക്ക് നമ്മൾ കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും അലിയുന്നുണ്ടെങ്കിൽ, ഡിസോൾവ് ആകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഈ സമയത്ത് സൊല്യൂഷൻ്റെ ടെമ്പറേച്ചറിനോ പ്രഷറിനോ മാറ്റം വരാൻ പാടില്ല. സോ ഫൈനലി വാട്ട് ഈസ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദ മാക്സിമം എമൗണ്ട് ഓഫ് എ സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് സൊല്യൂബിലിറ്റി. നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെൻ്റ് എടുത്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എത്രമാത്രം സോൾട്ട് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുമോ അതിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുക. ഓർ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് ഇറ്റ്സ് സൊല്യൂബിലിറ്റി. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ അകത്ത് എത്രമാത്രം സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടോ അതിനെ നമുക്ക് സൊല്യൂബിലിറ്റി എന്ന് വിളിക്കാം. ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ അലിയുന്നതിൽ ഉറപ്പായിട്ടും ടെമ്പറേച്ചറിനും പ്രഷറിനും ഇഫക്റ്റ് ഉണ്ട്. നമുക്കാദ്യം ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നോക്കാം. നിങ്ങൾ 11th ക്ലാസ്സിൽ പഠിച്ച ചാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇഫ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ചേഞ്ചിങ് ദ കണ്ടീഷൻസ്, the position of equilibrium shifts to counteract the change to re-establish an equilibrium. എന്ന് വെച്ചാൽ ഒരു ഇക്വിലിബ്രിയം ഏത് കണ്ടീഷനിലാണോ ആ കണ്ടീഷൻസിന് നമ്മൾ മാറ്റം വരുത്തിയാൽ വീണ്ടും അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം റീഅറേഞ്ച് ചെയ്യപ്പെടും. നമ്മുടെ സൊല്യൂഷൻ്റെ ഇക്വിലിബ്രിയത്തിൽ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസ് വന്നാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ആ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവാനായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സൊല്യൂബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതേസമയം ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആകുമ്പോൾ ഹീറ്റിൻ്റെ ആവശ്യമില്ല, ഹീറ്റ് പുറന്തള്ളപ്പെടുകയാണ്. ഇഫ് ദ റിയാക്ഷൻ ഇസ് എക്സോതെർമിക് then the solubility decreases with rise in temperature. അടുത്ത നമുക്ക് പ്രഷറിൻ്റെ ഇഫക്റ്റ് നോക്കാം. ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ആവുമ്പോൾ പ്രഷറിന് അതിൽ യാതൊരു ഇഫക്റ്റുമില്ല. കാരണം സോളിഡും ലിക്വിഡും എല്ലാം ഹൈലി ഇൻകംപ്രസിബിളാണ്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലിക്വിഡ് കംപ്രസ് ആവുന്നില്ല, സോളിഡ്സിനും അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നും വരുന്നില്ല. Now let us see the solubility of a gas in a liquid. ഒരു ലിക്വിഡ് സോൾവെൻറ്റിൽ ഒരു ഗേഷ്യസ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴുള്ള സൊല്യൂബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് ആ സോൾവെൻറ്റിനുള്ളിലേക്ക് കൂടുതൽ ഗ്യാസ് സൊല്യൂബിളാകും. ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ കാണാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബീക്കറിൻ്റെ താഴെ ഭാഗത്തൊരു സൊല്യൂഷനും മുകളിൽ ബ്ലൂ കളറിൽ കാണുന്നത് ഒരു ഗ്യാസുമാണ്. ഈ ഗ്യാസും ഈ സോൾവെൻറ്റും കൂടെ ഇപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ വെച്ചുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ബീക്കറിലേക്ക് ശ്രദ്ധിച്ചേ. ആ പിസ്റ്റൻ്റെ മുകളിലേക്ക് വെയിറ്റ് ആഡ് ചെയ്യുക. ഇൻ എഫക്റ്റ് നമ്മൾ ആ ഗ്യാസിൻ്റെ മുകളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുവാണ്. പ്രഷർ കൂടിയതുകൊണ്ട് ആ ഗേഷ്യസ് പാർട്ടിക്കിൾസ് ഇപ്പോൾ ഒരു സ്മോളർ വോളിയത്തിൻ്റെ അകത്ത് ഒതുങ്ങേണ്ടി വരുന്നു. സോ ആ ഗ്യാസിൻ്റെ ഒരു യൂണിറ്റ് വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആ യൂണിറ്റ് വോളിയത്തിൽ റൈറ്റ് സൈഡിലുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് സൊല്യൂഷൻ്റെ സർഫസിലേക്ക് ഹിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, ആ കൂടുതൽ സൊല്യൂഷൻ്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ദ സൊല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഹാസ് ഇൻക്രീസ്ഡ്. എന്നിട്ട് ആ പ്രഷറിൽ ഒരു പുതിയ ഇക്വിലിബ്രിയം അവിടെ ഫോം ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ദ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഹെൻറി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇതിനെക്കുറിച്ച് പഠിച്ചത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റിലെ നമ്മൾ ഹെൻറീസ് ലോ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു ഫോമാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഓവർ ദ സൊല്യൂഷൻ. എന്ന് വെച്ചാൽ എന്താ, ഒരു ഗ്യാസ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷനിൽ എത്ര മോൾ ഫ്രാക്ഷനിലാണ് ഗ്യാസ് ആ സൊല്യൂഷനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിന് പ്രപ്പോർഷണലാണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് സൊല്യൂഷനിലിരിക്കുന്ന അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ആ ഗ്യാസിനെ നമ്മൾ തന്നെ എടുത്ത് വെച്ചാൽ അതിൻ്റെ പ്രഷർ എത്രയാണോ അതാണ് ആ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ.
The partial pressure is the pressure of the gas if the gas were in the same volume and temperature by itself. ഹെൻറീസ് ലോയുടെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. ഇതിനു മുൻപേ കണ്ട സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? സൊല്യൂഷനുള്ളിലെ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ മുകളിലുള്ള ഗ്യാസിൻ്റെ പ്രഷറിന് പ്രപ്പോർഷണലാണെന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നേരെ തിരിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സൊല്യൂഷനുള്ളിൽ എന്തുമാത്രം ഗ്യാസ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ എത്ര മോൾ ഫ്രാക്ഷൻ ഉണ്ടോ അതിന് പ്രപ്പോർഷണലായിരിക്കും ആ സൊല്യൂഷൻ്റെ മുകളിലുള്ള പാർഷ്യൽ പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻറ്റു എക്സ്. അതായത് പാർഷ്യൽ പ്രഷർ ഇസ് പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹെൻറീസ് കോൺസ്റ്റൻറ്റ് KH. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ എക്സാമിന് ചോദിക്കാനും സാധ്യതയുണ്ട്. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. HCl ഗ്യാസ് സൈക്ലോഹെക്സെയിനിൽ ഡിസോൾവ് ആക്കിയിട്ട് എന്തുമാത്രം HCl ഗ്യാസ് ഡിസോൾവ് ആയോ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസിലും ആ സൊല്യൂഷന് മുകളിലുള്ള HCl ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ വൈ ആക്സിസിലും വെച്ച് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഗ്രാഫിൽ. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് HCl ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ഇൻ സൈക്ലോഹെക്സെയിൻ. ഇനി നമുക്ക് ഹെൻറീസ് കോൺസ്റ്റൻറ്റിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓരോ ഗ്യാസിനും ഹെൻറീസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് KH എന്ന് പറയുന്നത് ഓരോ ഗ്യാസിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വാല്യൂ ആണ്. ഹയർ ദ വാല്യൂ ഓഫ് KH അറ്റ് എ ഗിവൺ പ്രഷർ ദ ലോവർ ഇസ് ദ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ദ ലിക്വിഡ്. KHൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് കുറവായിരിക്കും. അത് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാം. KH കൂടിയാൽ എക്സ് കുറയും, എക്സ് കൂടിയാൽ KH കുറവായിരിക്കും. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. നൈട്രജൻ ഗ്യാസിൻ്റെ 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലുള്ള KH വാല്യൂ തന്നിട്ടുണ്ട്. 293 കെൽവിനിൽ KHൻ്റെ വാല്യൂ 76.48, 303 കെൽവിനിൽ KHൻ്റെ വാല്യൂ 88.84. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ KHൻ്റെ വാല്യൂവും കൂടുന്നുണ്ട്. KH വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് കുറയും. ഓക്സിജനും സിമിലർ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് നമ്മൾ കാണുന്നത്. ഹയർ ടെമ്പറേച്ചറിൽ KH വാല്യൂ കൂടുന്നു. ദെർഫോർ സൊല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ എ സോൾവെൻറ്റ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് വിൽ ഡിക്രീസ്. ഈ ഒരു റീസൺ കൊണ്ടാണ് അക്വാട്ടിക് ലൈഫ് ഹയർ ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യാത്തത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയാൽ വാട്ടറിനുള്ളിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ അക്വാട്ടിക് ലൈഫ്, അതായത് ഫിഷ് അങ്ങനെയുള്ള ബാക്കി വെള്ളത്തിലുള്ള എല്ലാ ജീവികൾക്കും ആവശ്യത്തിനളവിലുള്ള ഓക്സിജൻ കിട്ടാതെ വരും. സോ അക്വാട്ടിക് ലൈഫ് ഈസ് ഓൾവേസ് ഫേവറബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ വാം വാട്ടർ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇഫ് നൈട്രജൻ ഗ്യാസ് ഇസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 കെൽവിൻ, ഹൗ മെനി മില്ലിമോൾസ് ഓഫ് N2 ഗ്യാസ് വുഡ് ഡിസോൾവ് ഇൻ 1 liter of water? Assume that nitrogen exerts a partial pressure of 0.987 bar. Given that Henry's law constant for N2 at 293 Kelvin is 76.48 kilobar. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് നൈട്രജൻ്റെ 293 കെൽവിനിലുള്ള പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് അറിയാം. 0.987 ബാർ. അതേ ടെമ്പറേച്ചറിലുള്ള നൈട്രജൻ്റെ ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ആണ് 76.48 കിലോ ബാർ. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നൈട്രജൻ്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് ഈ സൊല്യൂഷനുള്ളിലേത് കണ്ടുപിടിക്കാൻ പറ്റും. മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O എങ്ങനെ കണ്ടുപിടിക്കും? വി ആർ ഗിവൺ ദാറ്റ് ദർ ഇസ് 1 liter ഓഫ് വാട്ടർ. 1 liter ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ml, which is approximately equal to 1000 gram. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ഗിവൺ മാസും അറിയാം, മോളാർ മാസ് 18 ആണെന്നും അറിയാം. ഹൈഡ്രജൻ്റെ 2 ആറ്റം ഉണ്ട്, അതിന് 1 ആയിരിക്കും അതിൻ്റെ ആറ്റമിക് മാസ്. ഓക്സിജൻ്റെ 16, സോ 16 + 2 18.
Number of moles of water is equal to 1000 by 18, which is equal to 55.5 moles. Mole fraction equationൽ number of moles of nitrogen എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ വാല്യൂ ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഈ ടേമിനെ നമ്മൾ ഇക്വേഷനിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജനും അറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ്. സോ വി ഗെറ്റ് NN2 is equal to x into n. ഈ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടി, ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഹെൻറീസ് ഇക്വേഷനിൽ നിന്ന്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഇറ്റ് ആസ് 7.16 into 10⁻⁻⁴ മോൾസ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര മില്ലി മോൾസ് ഓഫ് നൈട്രജൻ ഗ്യാസ് ആണ് 1000 milliliter ഓഫ് വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. സോ ഇതിനെ മില്ലി മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 0.716 മില്ലി മോൾസ് എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ഹെൻറീസ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. നമ്മളൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ടല്ലേ, സോഡയായിട്ടോ അല്ലെങ്കിൽ 7up ഫാൻറ്റ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാറുണ്ട്. വെള്ളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള ജ്യൂസസിൽ കാർബൺ ഡയോക്സൈഡിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സും സോഡ ഒക്കെ ഉണ്ടാക്കുന്നത്. കാർബണിൻ്റെ ഒരു പർട്ടിക്കുലർ അളവിലെ ഈ പറഞ്ഞ ലിക്വിഡ്സിലൊക്കെ ഡിസോൾവ് ആവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഗ്യാസിനെ ഹൈ പ്രഷറിൽ വെച്ചാണ് നമ്മൾ ബോട്ടിലിനുള്ളിൽ എൻക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ആ ലിക്വിഡിനുള്ളിലേക്ക് എൻറ്റർ ചെയ്യും. അങ്ങനെയാണ് സോഡയും മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ആ കുപ്പിയെല്ലാം ഹൈ പ്രഷറിലാണ് എപ്പോഴും സീൽ ചെയ്ത് വെക്കുന്നത്. ഹെൻറീസ് ലോയുടെ മറ്റൊരു ആപ്ലിക്കേഷൻ സ്ക്യൂബ ഡൈവേഴ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. എന്ന് വെച്ചാൽ ഡീപ്പ് സീയിലേക്കൊക്കെ ഡൈവ് ചെയ്ത് അണ്ടർ വാട്ടറൊക്കെ കാണാനായിട്ട് പോകുന്നവർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെല്ലുന്തോറും പ്രഷർ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് നമ്മുടെ ബ്ലഡിനുള്ളിലേക്ക് ഒരുപാട് സൊല്യൂബിൾ ആവാൻ തുടങ്ങും. എന്നിട്ട് ഈ ഡൈവേഴ്സ് പിന്നെ തിരിച്ച് വെള്ളത്തിൻ്റെ സർഫസിലേക്ക് വരുമ്പം പ്രഷർ കുറയുകയല്ലേ. അങ്ങനെ കുറയുന്ന സമയത്ത് ഇവരുടെ ബ്ലഡിൽ ഡിസോൾവ് ആയ ഗ്യാസസ് എല്ലാം എസ്കേപ്പ് ആവുമ്പോൾ ബ്ലഡിനുള്ളിൽ നൈട്രജൻ്റെ ബബിൾസ് ഫോം ചെയ്യും. അത് അവരുടെ കാപ്പിലറീസിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെഡിക്കൽ കണ്ടീഷനിലേക്ക് അവരെ കൊണ്ടുവരും. ആ കണ്ടീഷൻ്റെ പേരാണ് ബെൻഡ് എന്ന് പറയുന്നത്. അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ക്യൂബ ഡൈവേഴ്സിന് കൊടുക്കുന്ന ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എയറിൽ ഹീലിയവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് അവർക്ക് കൊടുക്കുന്നത്. മറ്റൊരു ആപ്ലിക്കേഷൻ വരുന്നത് ക്ലൈംബേഴ്സൊക്കെ ഇല്ലേ, വലിയ വലിയ ഹിമാലയ പോലെയുള്ള മലകളൊക്കെ ക്ലൈംബ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഹൈറ്റ് കൂടുന്തോറും അവിടെയുള്ള ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറയുന്നതനുസരിച്ച് നമ്മളുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ അളവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതവരെ അനോക്സിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കും. ആ സിറ്റുവേഷനിലെത്തി കഴിയുമ്പോൾ ഇവർ വളരെ ക്ഷീണിതരായിട്ടും അവർക്ക് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഓക്സിജൻ്റെ പ്രഷർ ആ ഹയർ ഓൾട്ടിറ്റ്യൂഡിൽ കുറവായതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ബ്ലഡിലേക്ക് സൊല്യൂബിൾ ആവുന്ന അളവും കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി നമുക്കൊരു ഗ്യാസ് ലിക്വിഡിൽ സൊല്യൂബിൾ ആകുമ്പം ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ മുമ്പേ ഒരു ടേബിളിൽ കണ്ടായിരുന്നു. നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും എക്സാമ്പിൾ വെച്ചിട്ട് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. ഒരു ഗ്യാസ് ഒരു ലിക്വിഡിനുള്ളിലേക്ക് ഡിസോൾവ് ആകുമ്പോൾ ആ ഗ്യാസിൻ്റെ ഗേഷ്യസ് ഫേസ് മാറി അതിന് ലിക്വിഡ് ഫേസിലേക്ക് അത് വരികയാണ്. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കാം? അങ്ങനെയുള്ള പ്രോസസ്സ് നമുക്ക് കണ്ടൻസേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. കണ്ടൻസേഷനിൽ എന്താ സംഭവിക്കുക? ഹീറ്റിനെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ഈസ് ഇവോൾവ്ഡ് ഇൻ ദ പ്രോസസ്സ്. പക്ഷേ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നതോ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ചാറ്റലിയേഴ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് സൊല്യൂബിലിറ്റി ഷുഡ് ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. നമുക്കിനി ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 2.6 നോക്കാം. H2S is a toxic gas with rotten egg-like smell. Is used for the qualitative analysis.
If the solubility of H2S in water at STP is 0.195 moles, calculate Henry's law constant. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം solubility of H2S in water is 0.195 moles. എന്ന് വെച്ചാൽ 1000 gram ഓഫ് വാട്ടറിനകത്ത് 0.195 മോൾസ് ഓഫ് H2S ആണ് ഉള്ളത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ് ദാറ്റ് ഇസ് 1000 gram ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് H2O ദാറ്റ് ഇസ് 18. വി ഗെറ്റ് 55.56 മോൾസ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് H2S കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ഡിവൈഡഡ് ബൈ സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2S ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് കിട്ടുന്നു 0.0035. ഇനി ക്വസ്റ്റ്യനിൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്? 0.987 ബാർ. ഹെൻറീസ് ലോ വെച്ചിട്ട് പ്രഷർ ഇസ് ഈക്വൽ ടു KH ഇൻറ്റു എക്സ് എന്ന് അറിയാം. ഇപ്പം നമുക്ക് എക്സും അറിയാം, പ്രഷറും അറിയാം. അങ്ങനെയാണെങ്കിൽ KH കണ്ടുപിടിക്കാമല്ലോ. KH ഇസ് ഈക്വൽ ടു P/X. പ്രഷർ 0.987 ഡിവൈഡഡ് ബൈ 0.0035 ദാറ്റ് ഈസ് 282 ബാർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹെൻറി ലോസ് കോൺസ്റ്റൻറ്റ് ഫോർ CO2 ഇൻ വാട്ടർ ഇസ് 1.67 ഇൻറ്റു 10⁸8 പാസ്കൽ അറ്റ് 298 Kelvin. Calculate the quantity of carbon dioxide in 500 ml of soda water when packed under 2.5 atmosphere carbon dioxide pressure at 298 Kelvin. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്? ഹെൻറീസ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁸8 പാസ്കൽ. പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ 2.5 അറ്റ്മോസ്ഫിയർ. അതിനെ പാസ്കലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ വി ഗെറ്റ് 2.533125 ഇൻറ്റു 10⁵5 പാസ്കൽ. ഇനി ഹെൻറീസ് ലോ വെച്ചിട്ട് നമുക്ക് എന്തറിയാം? P ഇസ് ഈക്വൽ ടു KH ഇൻറ്റു എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. X is equal to P/KH, which is equal to 2.533125 into 10⁵5 divided by 1.67 into 10⁸8. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. ഈ ഒരു എമൗണ്ടിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് H2O എങ്ങനെ അറിയാം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 500 ml വാട്ടറിൽ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗിവൺ മാസ് എന്ന് പറയുന്നത് 500 gram ആണ്. ദാറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് 27.78 മോൾ എന്ന് കിട്ടും. ഇനി നമ്മുടെ എക്സിൻ്റെ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം 0.00152. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 27.78. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.042 മോൾസ് എന്ന് കിട്ടും. ഇനി ഇതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂവിനെ നമ്മൾ 44, അതായത് മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.848 gram. ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു. കീപ് ലേണിംഗ്.